ഒരു അടിപൊളി ഒരു ഫാമിലാണ് നിൽക്കുന്നത്. പടവലങ്ങയുടെ ഫാമാണ്. അപ്പം ഇതിൻ്റെ കർഷകനും എല്ലാം ഇവിടെയുണ്ട്. ഉണ്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണം നല്ലതേ മുഴുത്തത് ആയിട്ടുണ്ടല്ലോ. ഇത്രയും വലിപ്പത്തിലൊക്കെ ആയിട്ട് ഇത് വലുതാകും കേട്ടോ, നല്ലതായിട്ട് നീളത്തിലാകും. ഇത്രയും വലിപ്പത്തിലാണ് വന്നേക്കുന്നത്. ഇതിന് വളമൊക്കെ ചെയ്ത് വെള്ളമൊക്കെ തളിച്ച് റെഡിയാക്കി വെച്ചേക്കുവാണ്. അപ്പച്ചൻ ഇപ്പോൾ ഭയങ്കര പരിപാടിയിലാണ്. ഇതിൻ്റെ ഈ പടവലങ്ങയുടെ ഈ വള്ളി ഇങ്ങനെ കയറ്റി വിടുന്ന ഇതിലൊക്കെ ഭയങ്കര തിരക്കിലാണ്. ഇതാണ് അടിപൊളി തോട്ടമല്ലേ, വലിയൊരു പടവലങ്ങാത്തോട്ടമാണ് കേട്ടോ. വലിയൊരു പടവലങ്ങാത്തോട്ടം ഇഷ്ടംപോലെ ഉണ്ട്. ഇതുണ്ട്, ചെറുത് വളഞ്ഞതുണ്ട്, നീളമുള്ളതുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ അറ്റം കണ്ടോ, നല്ല കോർത്തിരിക്കും. ഇതായാലും സൂപ്പറാണ് കേട്ടോ. ചെറുതും വലുതുമായ പടവലങ്ങ നിറഞ്ഞു നിൽക്കുന്ന തോട്ടം. ശരിക്കും പറഞ്ഞാൽ ഈ പടവലങ്ങയുടെ ഈ അറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കും അല്ലേ, ഈ ഉണ്ടായി വരുമ്പോഴത്തേക്കും. വലുതാകുമ്പോൾ ഇതിനകത്തോട്ട് വെള്ളവും ഇതെല്ലാം വളമെല്ലാം വെച്ചിരിക്കുകയാണ്. ഇതല്ലേ, നല്ല ചെറിയ ചെറിയ പടവലങ്ങകൾ തൊട്ട് വലിയ പടവലങ്ങ വരും. കൊഴിഞ്ഞൊക്കെ വീണേക്കുന്നതാണ് കേട്ടോ. ഉണ്ട് വളഞ്ഞിരിക്കുന്ന പടവലങ്ങ. കുട്ടിയായിരിക്കും കായെല്ലാം. എവ്വളോ നാളാകും പെരിയ കായ ആകുறதுக்கு? நாளை கழிச்சு பறிக்குவீங்களா? உப்பு போட்டு வச்சிருக்கு. இப்போ என்ன பண்ணிட்டு இருக்கு இது? இது இந்த மழை காத்தடிக்கா, இது வந்து கீழே சாய்ச்சிடும். அதுக்காண்டி இந்த கம்புக்கு முட்டு கொடுத்து கட்டுது. சரி 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 சரி. மழை വരുമ്പം അത് പോവും അല്ലേ? ഇതെല്ലാം വന്ന് காற்று நேரத்தில் பயங்கர കാറ്റായിരുന്നിരിച്ചു. அதனால இது கீழே தள்ளிடும். அதுக்காண்டி இது அப்படி ஆட்சி கொடுத்து அது கொஞ்சம் கிளம்பாகும். இப்போ இதெல்லாம் வந்து எடுக்க முடியுமா? இதெல்லாம் வந்து விற்கிறதுக்கு ஆயிருக்கா? இதெல்லாம் இப்போ தான் மருந்து அடிச்சிருக்கு, கிடக்கலாம் மருந்து அடிச்சிருக்கேன். இடம் திறக்கலாம் வீட்டுக்கு, அதெல்லாம் கிடக்குடி. അല്ല ഇവളോ സൈസ് ആകുവാന്ന് കേട്ടെ. ഇതിലും சைஸ் இதோட பெரிய பரிசா தான் இந்த அடக்கலாம். இந்த சைஸ்னா தான் தெரியாது. அந்த சைஸ் ஆகுமா? இது பிஞ்சு பிஞ்சா? பிஞ்சு வந்து டேஸ்ட் இருக்காது. சரி சரி சரி. ஒடுபடி கிடக்கு, ஆனால் மருந்து அடிச்சாச்சு. இல்லாட்டப்போ பிறகு கொடுத்துருது. இப்போ தான் மருந்து அடிச்சுட்டு குளிச்சுட்டு நிற்க. இதெல்லாம் பிஞ்சாயிருச்சு. அதெல்லாம் பிஞ்சு. இது குட்டி. அதெல்லாம் ஒன்றும் 5 നാൾ ആയി. 5 നാളാകുമ്പോൾ ഇത് പെരുസാകുമാ? പറത്ത്. ഓ, 5 ദിവസം കൊണ്ട് ഇത് വലുതാകും. ഈ വലിയ പടവലങ്ങയാകും. എന്നുവെച്ചാ അന്ത പടവലങ്ങ മാതിരി ആകുമാ? ஆமாம், அது மாதிரி ஆயிரும் இதല്ലേ பருத்து. அப்போ டெய்லி வந்து விடுங்குமா? இல்லை, இது காய் நல்லா இதில் இப்போ இன்னைக்கு பிறக்கணும்னா இப்போ இன்னைக்கு பிறக்கிருக்கு, இன்னும் நாளை கழிச்சு பிறக்கும். உன் பேர் என்ன? என் பேர் பாலசுப்ரமணியம். பாலசுப்ரமணியம். எவ்வளோ வயசு இருக்கு உங்களுக்கு? எனக்கு வயசு இப்போ 57. 57 ആയിടുച്ചാ? ബാലസുബ്രഹ്മണ്യൻ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്ര? 57 ആയിട്ടുണ്ട്. ഇത് ഫുള്ളാ തോട്ടം ഉங்க തോട്ടം? ஆமாம் ஆமாம். இது மட்டுமா? ஆமாம், இது வந்து புடலை, இங்கிட்டு வெங்காயம் வச்சிருக்கு. சரி சரி. வெங்காயம் வச்சிருக்க, குட்டியாயிருக்கு. ஆமாம், இப்போ தான் வச்சிருக்கு. இப்போ வச்சு 7 நாள் ஆகுது. 7 நாள் ஆகுதா? கிளுத்து இருக்குல்ல, முளைச்சிருச்சு. മുളച്ചിരിച്ച്. 7 നാൾ ആയതേ ഉള്ളൂ. വെങ്കായം ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട്. 7 നാളായിട്ടേ ഉള്ളൂ. പൊടിയുള്ളി. പെരുസ് കിടயாது, ഇപ്പോൾ പല്ലാരി കിടயாது, പൊടി ഉള്ളി. ഞങ്ങളുടെ കേരളത്തിലൊക്കെ ചെറിയ ഉള്ളി എന്നാ പറയുന്നത്. ഉള്ളി. அது பருவள்ளி வந்து பல்லாரி தான் பருவள்ளி. സവാള വലിയ ഉള്ളി, ഈ ചെറിയ ഉള്ളി. ഇത് ഇങ്ങ എന്നാ சொல்லும்? വെങ്കായം. പൊടിയുള്ളി എന്ന് പറയും. ഇത് അത് നട്ടിട്ടുണ്ട് കേട്ടോ. നട്ട് കിളുത്ത് കേട്ടോ. ഇത് ചെറിയ നാമ്പ് പോലൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ചെറിയ നാമ്പ് പോലെ ആയിട്ടുണ്ട്. ഇഷ്ടംപോലെയുണ്ട്. നല്ലൊരു അടിപൊളി കർഷകനാണ് കേട്ടോ. നോക്ക്, നല്ല രസമുണ്ട്. എനിക്കിവിടെ വന്നിട്ട് ഭയങ്കര അതിശയായിപ്പോയി. ഇത് കണ്ടോ, പടവലങ്ങയൊക്കെ റെഡി ആയിട്ട് കിടക്കുകയാണ്. ഇഷ്ടംപോലെ പടവലങ്ങയായി. പിന്നെ ഇതേ ഉള്ളി നട്ട് അത് 7 ദിവസം കൊണ്ട് ഇതാ കിളുത്ത് വന്നിട്ടുണ്ട്. മഴയായപ്പോൾ ചെറിയതായിട്ട് മഴയുണ്ട്. മഴയായത് കാരണം ഇതെല്ലാം വള്ളിയെല്ലാം വലിച്ചു കെട്ടി റെഡിയാക്കുക. പിന്നെ ഇത് വന്ന് ഉപ്പ് മട്ട് പോട്ടിருக்கா? இது 3 உப்பு போட்டிருக்கு. பொட்டாசு, சல்பேட்டு, காம்ப்ளெக்ஸ். പൊട്ടാസ് NPK ആണ് കേട്ടോ. പൊട്ടാസ്യം போட்டால் வந்து காய் பருவனை கொடுக்கும்.
NPK നമ്മുടെ നാട്ടിൽ പറയാം. ആ സാധനവും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് വളമിട്ടേക്കുകയാണ്. മഴയായതുകൊണ്ട് വളമിട്ട് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ കായൊക്കെ വരും. നല്ല മുഴുത്ത കാ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലെ കായ്ക്ക് നല്ല വലിപ്പമുള്ള കായാണ് കേട്ടോ. അത് 2-3 ദിവസം കഴിയുമ്പം പറിച്ചെടുക്കും. தரையோட தான் இருக்கும். കാരാമണി മീൻസ് ഞങ്ങൾ അവിടെ பீன்ஸ் மாதிரி இருக்கும். ബീൻസ് അല്ല, ഈ അച്ചിങ്ങാപ്പയർ എന്ന് പറയും. அது வந்து தரையில இருக்கும். அது இப்படி கெட்ட மாட்டாங்க. ഞാൻ കാരാമണിയാണെന്ന് നിனைച്ചാല് ചെറുപയർ നമ്മുടെ അച്ചിങ്ങാപ്പയർ ആണെന്ന് വിചാരിച്ചാണ് ഈ തോട്ടത്തിൽ വന്നേ. പക്ഷെ അല്ല, പടവലങ്ങയാണ്. കാരാമണി ഉങ്ങൾക്കില്ലേ? காராமணிலாம் இப்போ போடல. പോടല്ലേ? ശരി 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 ശരി. ഇത് വന്ന് കിലോ എവ്വളോ വരും? എന്താ പൊടലങ്ങ கிலோ இப்போ 30 ரூபாய் போகுது. കിലോ 30 രൂപ. ஆமா 25 30 போகுது. இங்க மார்க்கெட் அங்க புளியங்குடி. പുളിയങ്കുടി മാർക്കറ്റ് போகும், കടനൂർക്കും പോകും. പുളിയങ്കുടി കടയനല്ലൂർ ഇവിടെയാണ് ഈ പടവലങ്ങായുടെ മാർക്കറ്റ് ഉള്ളത്. കിലോയ്ക്ക് 30 രൂപ. ഉങ്ങൾക്ക് എന്നാ കിടക്കും കിലോയ്ക്ക്? എங்களுக்கு 30 രൂപ. ഉങ്ങൾക്കും 30 രൂപയ്ക്ക് കിടക്കുവാ. ശരി ശരി ശരി. അപ്പൊ ഇത്രയും വലിയ എല്ലാവരും വില കമ്മിയാവും പോകും. ഇങ്ങനെ അണിക്കൂടാണ് വണ്ടി. കാവുച്ചത്രം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ. അവിടെ നിന്നാണ് നമ്മുടെ കേരളത്തിലോട്ട് പടവലങ്ങ പോകുന്നത്. പുളിയങ്കുടിയിൽ നിന്നും പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പടവലങ്ങയൊക്കെ ഇത് കണ്ടോ, നല്ല ഫ്രഷായ പടവലങ്ങയൊക്കെ നമ്മുടെ കേരളത്തിലോട്ടാണ് ഈ സംഭവമൊക്കെ വരുന്നത്. ഇവർ കർഷകർ നല്ല കേട്ടോ അറിയപ്പെടുന്നത്. ഇവരറിയപ്പെടുന്ന വ്യവസായി എന്നാണ്. ഇതൊക്കെ ഈ കൃഷി ചെയ്യുന്നതിന് ഇവർ പറയുന്ന വ്യവസായം എന്നാണ് പറയുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു വ്യവസായി എന്ന് പറഞ്ഞാൽ അതൊരു ബിസിനസ്മാൻ ആയിരിക്കും കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയാണ്, കർഷകനാണ്, വ്യവസായി എന്നാണ് കർഷകർ അറിയപ്പെടുന്നത്. ഇത് കിടക്ക്, അതുക്കപ്പുറം പൂ കേന്തി കിടക്ക്. കേന്തി മീൻസ് ജമന്തി. ജമന്തി അല്ലേ? സെവന്തി വേറെ, കേന്തി വേറെ. കേന്തി എന്നാ? അത് മഞ്ചാത്താ இருக்கும், பர்சா இருக்கும். செவந்தி வந்து பொடிசா இருக்கும். ശരി ശരി ശരി. കേന്തി എന്ന് പറഞ്ഞാൽ വലിയ ജമന്തി പൂവാണ് കേട്ടോ. വെള്ള ഇருக்கு, മഞ്ഞ ഇருக்கு, എല്ലാ കളറിലും ഇருக்கு. ചെറുത് ചെറിയ ജമന്തി, നമ്മൾ പറയുന്ന ജമന്തി എന്ന് പറയുന്നത് ഇവിടെ ചെറുതാണ്. കേന്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലുത്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം പടവലങ്ങ ആക്കിയത്. പിന്നെ ഓരോ എപ്പോമേ മാറ്റി മാറ്റി പോടും.